നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ അനങ്ങാതെ മത്സരം. അതെന്തൊരു മത്സരം? അനങ്ങാതിരിക്കുക, അത് തന്നെ അനങ്ങാതെ മത്സരം. ഇത് രണ്ട് മൃഗങ്ങളുടെ കഥയാണ് കേട്ടോ. ഒന്നൊരു മുയൽ, മറ്റൊന്ന് കുരങ്ങൻ. രണ്ട് പേർക്കും ഓരോ വീക്ക്നെസ് ഉണ്ട്. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ശീലം അവർക്ക് രണ്ട് പേർക്കുണ്ട്. എന്താ കുരങ്ങൻ്റെ ശീലം? കുരങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുരങ്ങൻ്റെ എപ്പോഴും കുരങ്ങന്മാരിങ്ങനെ ഒന്നല്ലേ ഇവിടെ മാന്തും, അല്ലെങ്കിൽ ഇവിടെ മാന്തും, അതുമല്ലെങ്കിൽ തല മാന്തും, ഒന്നും പറ്റില്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ മാന്തും. എപ്പോഴും ഇങ്ങനെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗത്ത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സ്വഭാവം കുരങ്ങനുണ്ട്. അതുപോലെ മുയലിനുണ്ടൊരു ശീലം. മുയലിൻ്റെ ശീലം എന്താണെന്നറിയാം? അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഇങ്ങനെ നോക്കും ഇങ്ങനെ നോക്കി പെട്ടെന്ന് വെട്ടിച്ച് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏപ്പെട്ടേക്കോ അപ്പോഴേ ഇങ്ങോട്ട് വന്നു, അത് വീണ്ടും ഇങ്ങോട്ട് നോക്കും. ഇങ്ങനെ തല വെട്ടിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇടത്തും വലത്തും മേലോട്ടും കീഴോട്ടും ഒക്കെ നോക്കുന്നൊരു ശീലം മുയലിനുമുണ്ട്. രണ്ടുപേരും കൂട്ടുകാരാണ്. കുരങ്ങനെ ശരീരത്തിൽ ചൊറിയാതെ കണ്ടിരിക്കാൻ വയ്യ, മുയലിന് തല വെട്ടിച്ച് നാല് പാടും നോക്കാതെ കണ്ടിരിക്കാൻ വയ്യ. ഇവർ തമ്മിൽ കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വർത്താനം പറയുമ്പോൾ ശ്രദ്ധിച്ചു. മുയലിനെ ശ്രദ്ധിച്ച കുരങ്ങനെ തോന്നി ഇവന് തല വെട്ടിക്കാണ്ടിരിക്കാനൊന്നും പറ്റില്ല, അനങ്ങാണ്ടിരിക്കലുണ്ടാവില്ല എന്ന് വിചാരിച്ചു. അതേസമയം മുയൽ കുരങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ കുരങ്ങനെ പിന്നെ ദേഹത്ത് ചൊറിയാണ്ടിരിക്കാൻ പറ്റുമോ? ഇത്തിരി നേരമെങ്കിലും അനങ്ങാണ്ടിരിക്കാൻ പറ്റുമോ? ഇവൻ്റെ ആ ശീലത്തിൽ പിടിച്ചുകൊണ്ട് ഞാനൊരു പന്തയം വയ്ക്കാൻ പോവുക, ഒരു മത്സരം നടത്താൻ പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ പറഞ്ഞു, ചങ്ങാതി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു മത്സരം നടത്താം. നമുക്ക് തമ്മിൽ മത്സരം നടത്താൻ ഞാനും റെഡിയാണ്. എന്താ മത്സരം? നമ്മൾ രണ്ടുപേരും അനങ്ങാതിരിക്കണം. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തല വെട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ ഒരു സ്വഭാവമല്ലേ? മുയലേ നീ അത് നിർത്താം, കുരങ്ങൻ പറഞ്ഞു. അപ്പം മുയൽ പറഞ്ഞു, ഞാനാ നിർത്താം, പക്ഷെ നീയ് കൂടെ ശരീരത്തിൽ അവിടെ എവിടെയും ചൊറിയണ ഒരു സ്വഭാവമല്ലേ, ആ സ്വഭാവം നീയും നിർത്തണം. അപ്പം മുയൽ പറഞ്ഞു, ഞാനെങ്ങനെയാടാ അത് നിർത്തണേ? ശത്രുക്കൾ നാല് ഭാഗത്തു കൂടിയല്ലേ വരണേ. ഏതെങ്കിലും ഭാഗത്തു നിന്ന് നമ്മുടെ നേരെ ആക്രമണം ഉണ്ടോയെന്ന് പറയണമെങ്കിൽ അങ്ങോട്ട് നോക്കണ്ടേ? അതിനാ ഞാൻ തല വെട്ടിച്ച് നോക്കണേ എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ നിർത്താം, എന്നോട് മത്സരിച്ച് നിൻ്റെ മത്സരത്തിൽ പങ്കുകൊണ്ട്. അപ്പം കുരങ്ങൻ പറഞ്ഞു, ഞാൻ ഈ ചെറിയ പ്രാണികൾ നമ്മുടെ ദേഹത്ത്, നീ കണ്ടില്ലേ എൻ്റെ മേത്ത മുഴുവൻ രോമല്ലേ, അതിൻ്റെ ഇടയിൽ പോയിട്ട് എന്നെ പിടിച്ച് കടിക്കുമ്പോൾ പിന്നെ എനിക്ക് മാത്താണ്ട് പറ്റുമോ? ഇപ്പം തന്നെ മാന്തി, അത് കഴിയുമ്പോൾ ഇവിടെ മാത്രം ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കണം. ഇതാണ് പ്രാണികളൊക്കെ വന്ന് പിടിച്ച് കടിച്ചിട്ടാണ് ഞാൻ മാത്രമേ, അലട് വെറുതെ ഒന്നുമല്ല എന്ന് കുരങ്ങനെ പറയാം. എന്തായാലും നമുക്ക് മത്സരത്തിൽ പങ്കു തുടങ്ങാം. ശരി, നമുക്ക് തുടങ്ങാം. ഒപ്പം കറക്റ്റ് 1 2 3 5 എണ്ണി കഴിയുമ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓ ശരി, അങ്ങനെ എണ്ണ തുടങ്ങി. രണ്ട് കൂട്ടരും കൂടി ഒരുമിച്ചാണ്. 1 2 3 4 5 മത്സരം സ്റ്റാർട്ട് ചെയ്യും. മത്സരം തുടങ്ങി കുറേ നേരം കഴിഞ്ഞു. മുയലിനിങ്ങനെ കഴുത്ത് വെട്ടിക്കാൻ തോന്നിയിട്ട് ഒരു നിവർത്തില്ല. ഒന്ന് വെട്ടിക്കണമല്ലോ, ഒന്ന് നോക്കണമല്ലോ എന്നുണ്ട്. പക്ഷേ കുരങ്ങനെ കാണുമ്പോൾ വെട്ടിക്കാൻ തോന്നണില്ല. കുരങ്ങനാണെങ്കിലോ ചൊറിഞ്ഞിട്ടൊരു നിവർത്തിയില്ലാതെ എൻ്റെ ഈ വലതുവശത്തെ ഈ ഭാഗത്ത് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് പാടില്ല. ഓഹോ എപ്പം ചൊറിയും, ഒരു മത്സരമില്ല എന്ന് തോന്നും. അതേസമയം മുയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് പിന്നെ ചൊറിയണേ എന്ന് കരുതി കടിച്ച് പിടിച്ച് വിഷമിച്ച് നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ മുയൽ പറഞ്ഞു, നമുക്ക് അനങ്ങാതിരിക്കണം എന്നല്ലേ ഉള്ളൂ. അതെ, പക്ഷെ നമുക്ക് വർത്തമാനം പറയാമല്ലോ. വർത്തമാനം പറയാം. അങ്ങനെ രണ്ടുപേരും വർത്തമാനം പറയാൻ തുടങ്ങി. ആദ്യം കുരങ്ങൻ വർത്തമാനം പറഞ്ഞു. എങ്ങനെയാണ് കുരങ്ങൻ വർത്തമാനം പറഞ്ഞത്? ഞാനൊരു ദിവസം കാടിനകത്തുകൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തുണ്ടല്ലോ, എന്താ ഇവിടുന്നൊരു പട്ടി ഇങ്ങനെ അടിച്ചു, ഓട്ടി വന്നെന്നെ കല്ലെറിഞ്ഞു. അപ്പം മറ്റൊരു പട്ടി വീണ്ടും എന്നെ കല്ലെറിഞ്ഞു.
അപ്പം മുയലിന് പറഞ്ഞു, ഈ വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് ഇവൻ കയ്യ് പൊക്കി ദേഹത്ത് ചൊറിയുണ്ട്. ആ ചൊറിയാണെന്നറിയാത്ത വിധത്തിൽ ഇവൻ വർത്തമാനം പറയുക. ഒട്ടനെ ഇനി ഞാൻ പറയാം എന്ന് പറഞ്ഞ് മുയൽ ചാടി വീണു. മുയൽ പറഞ്ഞു, ഞാനൊരു ദിവസം കാട്ടിക്കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ കുട്ടികൾ കളിക്കുകയായിരുന്നു. അതിനടുത്തു കൂടി അവരുടെ ഇടയിൽ കൂടെ ഞാനങ്ങോട്ട് കടന്നു പോയപ്പോൾ ഒരു കുട്ടി ഇങ്ങോട്ടൊരോട്ടം. അപ്പം മുയൽ ഇങ്ങോട്ട് നോക്കി. അപ്പം മറ്റൊരു കുട്ടി അങ്ങോട്ടൊരോട്ടം. അപ്പം അങ്ങോട്ട് നോക്കി. വീണ്ടും അടുത്ത കുട്ടി അങ്ങോട്ടൊരോട്ടം. അപ്പം അവിടേക്ക് നോക്കി. വേറൊരു കുട്ടി പുറകോട്ടൊരു ഓട്ടം. അപ്പം ഞാൻ അങ്ങോട്ട് നോക്കി. അപ്പം കുരങ്ങന് മനസ്സിലായി ഈ വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് മുയൽ തല വെട്ടിക്കുന്നുണ്ട്. ഉടൻ തന്നെ 2 പേരും അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു. രണ്ടാൾക്ക് അനങ്ങാതിരിക്കാൻ പറ്റണില്ല. മനസ്സിലായി, മുയലിനും പറ്റണില്ല തല വെട്ടിച്ച് 4 പാടും നോക്കാതെ കണ്ട്. കുരങ്ങനും തൻ്റെ ശരീരത്തിൽ 4 ഊടുപാടും മാന്താതെ കണ്ട് കുരങ്ങനും പറ്റണില്ല. അപ്പോൾ ഉടൻ തന്നെ കുരങ്ങൻ പറയുക, ഏട്ടാ ചങ്ങാതി, നമ്മളിപ്പോൾ മത്സരമൊക്കെ സംഘടിപ്പിച്ച് ഇതുകൊണ്ടൊന്നൊരു കാര്യമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ ഓരോ ശീലങ്ങളുണ്ട്. ആ ശീലങ്ങളൊന്നും നമ്മൾ വിചാരിച്ചാൽ മാറില്ല. അപ്പോൾ ഉടനെ മുയൽ തല ഇങ്ങോട്ട്, മാറില്ല. എങ്ങനെയത് നമ്മുടെ ശീലങ്ങൾ മാറണേ? നമ്മുടെ സ്വഭാവത്തിലുള്ള ശീലങ്ങൾ മാറണത് എങ്ങനെയെന്നേ? മാറില്ല. മുയൽ 4 പാട് തല വെട്ടിച്ചു. 2 പേരും അങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ മത്സരം അവസാനിപ്പിക്കുകയും ചെയ്തു. അതാണ് ഇന്നത്തെ കഥ. അനങ്ങാതെ മത്സരം. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.